ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് നമുക്ക് പാലെടുക്കണതാണ് കേട്ടോ. ഇവിടെ പാലെടുക്കണ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനും അനിയത്തിയും കൂടിയിട്ട് അങ്ങോട്ട് പാലെടുക്കാൻ ഇറങ്ങി കേട്ടോ. പാലെടുക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. എനിക്ക് നല്ല പേടിയാണ് കേട്ടോ. പേടിയാണെന്ന് പറയാൻ കാരണം ഞങ്ങൾ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതന്നെയാണ് കേട്ടോ മെയിൻ പരിപാടി. പാലെടുക്കാൻ ആരും വന്നില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ഇറങ്ങും. അപ്പോൾ ഞാനൊരു ദിവസം ഇങ്ങനെ പാലെടുത്തുകൊണ്ടിരിക്കുമ്പോൾ മരത്തിൻ്റെ മേലെ നിന്ന് ഭയങ്കര സൗണ്ട് കേൾക്കുന്നു കേട്ടോ. അപ്പോൾ വെറുതെ ഇങ്ങനെ പൊങ്ങി നോക്കിയതാണ് കേട്ടോ. നോക്കുമ്പോൾ മരത്തിൻ്റെ മേലെ പാമ്പ് തൂങ്ങി കിടക്കണു എൻ്റെ തലയുടെ മേലെ. അന്ന് ഞാൻ ഓടി ഓട്ടാണ് കേട്ടോ. പിന്നെ എനിക്ക് തൊടിക്ക് ഇറങ്ങാൻ തന്നെ പേടിയാണ് കേട്ടോ. ഓ നമശിവായ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഈ പാലെടുക്കാൻ പോകുന്നത് കേട്ടോ. പിന്നെ അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് അമ്മേനെ വിടണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ. ഇന്നത്തെ ഷീറ്റ് നമുക്ക് അടിപൊളിയായി കിട്ടിയിട്ടോ. കീറിയും പറഞ്ഞൊന്നും പോയിട്ടില്ല. ഈ ഷീറ്റിനെ നമ്മൾ പുകപ്പേരിലിട്ട് പുകച്ചിട്ട് നമ്മൾ കടയിൽ കൊണ്ടു കൊടുക്കും കേട്ടോ. നമുക്ക് പിന്നെ സ്വന്തമായിട്ട് റബ്ബർ കട ഉള്ളത് കൊണ്ട് നമ്മൾ ഇത് നമ്മുടെ കടയിൽ തന്നെ കൊണ്ടു കൊടുക്കും കേട്ടോ. അപ്പോൾ